ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മനുഷ്യരുടെയും മതങ്ങളുടെയും തമ്മിലുള്ള ഒരു മനസ്സ് പരസ്പരം മനസ്സിലാക്കുകയും നല്ലവരെയും ചീത്തവരെയും വേർതിരിക്കുകയും നല്ലവരായ മനുഷ്യ സമൂഹം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും നമ്മുടെ കേരളത്തിൽ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അത് തകർക്കപ്പെടാത്ത വിധത്തിൽ എല്ലാവരും കൈകോർത്തുകൊണ്ട് ജീവിക്കണമെന്ന് സാധിക്കുമോ ഇല്ലേ എനിക്കറിയുകയില്ല. പക്ഷെ സാധിക്കും, എല്ലാവരും വിചാരിച്ചാൽ എന്ന് ഞാൻ മനസ്സിലാക്കുകയും ആ അടിസ്ഥാനത്തിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഞാൻ ക്രിസ്തു സമൂഹത്തിന്റെ കുറെ ആളുകൾ ഇസ്ലാം മതത്തിനെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഈ അച്ഛനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത, ഈ അച്ഛന്റെ അഭിപ്രായം, ഈ അച്ഛന്റെ പ്രസംഗം കേൾക്കാതെ പോകരുത്. ഞാനെല്ലാം കേൾക്കും, നമുക്ക് കേൾക്കണീനോ മനസ്സിലാക്കണേനോ ഒരു തകരാറുമില്ല. കാരണം വിവരമില്ലവർ പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിവരം നമുക്കും ഉണ്ടാവും. തൃശ്ശൂരിൽ ഉള്ളവർക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായി കാണും എന്നാണ് തംലൈന്. ബാക്കി ഇദ്ദേഹം തന്നെ പറയട്ടെ. മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ച 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായിരിക്കുന്നു. അവർ റിമാൻഡിൽ കഴിയുകയാണ്. അവരുടെ ജാമ്യവും നിഷേധിച്ചു കഴിഞ്ഞു. ഈ ഒരു പശ്ചാത്തലത്തിൽ ദക്ഷിണൊപ്പം ചേരുന്നത് ഫാദർ അജി പുതിയവർക്കലാണ്. സ്വാഗതം. താങ്ക് യു. ഛത്തീസ്ഗഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CBCയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിൽ പറഞ്ഞത് രാജ്യത്തെ ക്രൈസ്തവർ ഭീതിയിലാണ് കഴിയുന്നത്, ഭയത്തിൽ കഴിയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ RSSലേക്കും BJPയിലേക്കും അതിനോട് ചേർന്ന് നിൽക്കാൻ ക്രൈസ്തവ സമൂഹം തയ്യാറാകുന്ന ഒരു ഘട്ടം കൂടിയാണുള്ളത്. എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത്? ക്രൈസ്തവ സമൂഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവരൊരിക്കലും RSSന്റെ പ്രത്യയശാസ്ത്രവുമായിട്ട് ചേരുന്നവരോ വിചാരധാരയുടെ ചിന്തകളോട് സമരസപ്പെടുന്നവരോ അല്ല യഥാർത്ഥത്തില് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് സാമാന്യം രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഉള്ളവരാണ്. പക്ഷേ ഈ പല രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു RSS സംഘപരിവാർ ബന്ധം ബോധപൂർവം ഉണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നതൊക്കെ സാധാരണ വിശ്വാസികളല്ല, അങ്ങ് മുകളിലുള്ളവരാണ്, മേൽത്തട്ടിലുള്ളവരാണ്. ഇവിടുത്തെ സാധാരണക്കാർ ഒരിക്കലും സംഘപരിവാർ ആശയങ്ങളോട് സമരസപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, വിശ്വാസികൾ. പക്ഷെ ഒരു ന്യൂനപക്ഷമുണ്ട്, അതിൽ അവരെ ബോധപൂർവ്വം വളർത്തിയെടുത്താം. ഇവിടെ യഥാർത്ഥത്തില് സംഭവിച്ചെന്ന് വെച്ചാൽ സഭയ്ക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളും ചിലർക്ക് ചില പ്രധാനപ്പെട്ട കേസുകളിൽ പെട്ടു. അതുപോലെ തന്നെ ചില ധാർമ്മികമായ ശക്തികളും നേതൃത്വത്തിൽ പലപ്പോഴും ധാർമ്മികമായ ശക്തിക്ക് അപജയം സംഭവിച്ചു. ധാർമ്മിക ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി. ഏതൊരു നേതാവിന്റെയും ഒരു സമൂഹത്തിന്റെയും ഏറ്റവും വലിയ ശക്തി ധാർമ്മിക ശക്തിയാണ്. ഈ ധാർമ്മിക ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരോടും നേരെ സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിക്ക് ബ്രിട്ടനോട് അല്ലെങ്കിൽ ആ സാമ്രാജ്യത്തോട് നേർക്ക് നേർ നിന്ന് സംസാരിക്കാൻ സാധിച്ചത്. കാരണം സത്യം എന്ന് പറയുന്ന ധാർമ്മിക ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഈ സഭയ്ക്ക്, കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക്, പ്രധാനമായിട്ടും സീറോ മലബാർ സഭയ്ക്ക് ഈ ധാർമ്മിക ശക്തിക്ക് അപജയം സംഭവിച്ചോ എന്ന് സംശയിക്കുന്ന നിരവധി കാര്യങ്ങൾ നടന്നു. ഒന്ന് ലാൻഡ്സ്കാം നടന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണം വന്നു, മറ്റ് അനവധി അതുപോലെ കാര്യങ്ങൾ. അപ്പോഴൊക്കെ സഭ ആരുടെ കൂടിയായിരുന്നു? സഭാ നേതൃത്വം ആരുടെ കൂടിയായിരുന്നു? ഈ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക വിഭാഗം പലപ്പോഴും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ലാൻഡ്സ്കാമിന്റെ കാര്യത്തിൽ ആരുടെ കൂടെ നിന്ന്? അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ധാർമ്മിക അപജയം സംഭവിക്കുമ്പോൾ, നമ്മുടെ ധാർമ്മിക ശക്തി ചോരുമ്പോൾ നമുക്ക് താങ്ങ് വേണം, തണല് വേണം. ഈ താങ്ങും തണലും കൊടുക്കാൻ ഏറ്റവും കഴിവുള്ളവർ ആരാണ്? ഭരിക്കുന്ന വിഭാഗമാണ്. ഈ ഭരിക്കുന്ന വിഭാഗം ഇപ്പോഴ് BJP ആണ്. ആ BJPയുടെ ഫിലോസോഫിക്കൽ സപ്പോർട്ട് ആരാണ്? RSS ആണ്, അല്ലെങ്കിൽ സംഘപരിവാറാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത് നേതൃത്വത്തിന്റെ ആവശ്യമാണ്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റാൻ സ്വാമിയുടെ മലയാളികളില്ല, മനുഷ്യ സ്നേഹികളില്ല. അദ്ദേഹം ആർക്കു വേണ്ടി പ്രവർത്തിച്ചത്? ഈ ക്രിസ്തു പറഞ്ഞ അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ് സ്റ്റാൻ സ്വാമി. ദളിതര്, ആദിവാസികള്, ഈ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ സ്റ്റാൻ സ്വാമിയെ
അദ്ദേഹം ഭരണകൂടം കൊല്ലുകയാണ് ചെയ്തത്. ഓർഗനൈസേഷൻ മർഡറാണ്. അദ്ദേഹത്തിന് ഒരു എന്താ പറയുക, ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുത്തില്ല. പാർക്കിൻസൺസ് അസുഖമുള്ള, കൈവറയിലുള്ള ഈ മനുഷ്യന് ഒരു എന്താ പറയുക, ഒരു സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭരണകൂടം, വെള്ളം കുടിക്കുന്നതിന് സ്ട്രോ ചോദിച്ചിട്ട് കൊടുക്കാത്ത ഭരണകൂടം അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷമുള്ള ആഴ്ച അന്ന് ഇവിടുത്തെ സഭാതലവനായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എങ്ങനെ ഇതിനെ വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ സുരക്ഷിതരാണ്, ഇവിടെ BJP ഭരണത്തിൽ സുരക്ഷിതരാണ് എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു അപജയമാണ്. പക്ഷെ ബഹുമാനമുള്ള സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, പണ്ഡിതന്മാരുടെ ചില ആളുകളുടെ ഈ അഭിപ്രായങ്ങളാണ് മൊത്തം സമൂഹം പേറേണ്ടി വരുന്നത്. ഈ അച്ഛൻ പറയുന്ന ഓരോ വാക്കുകളും സത്യസന്ധമായി ഞാൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് പല പ്രാവശ്യം കേട്ടത് കൊണ്ട് എനിക്കത് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് അറിയിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ആ സംഭവത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സേഫാണ്, ക്രിസ്ത്യാനികൾ സേഫാണ്. എന്താണ് ആ മറുപടി? ബാക്കി കേൾക്കുക. വിശ്വാസികളുടെ മുഴുവൻ അഭിപ്രായമാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ടത്. അതുപോലെ തന്നെ CBSE പ്രസിഡന്റ് ഈ അദ്ദേഹം ആൻഡ്രൂസ് താഴത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പോലും ഒരു ദുർബലമായ പ്രസ്താവനയായിരുന്നു. ഛത്തീസ്ഗഡില് 2 സിസ്റ്റേഴ്സ് ഈ അദ്ദേഹത്തിന്റെ ബിഷപ്സ് ഹൗസിൽ നിന്ന് വലിയ ദൂരമില്ല ഈ ഇളവൂരിലേക്ക്, ഈ പറയുന്ന അങ്കമാലിയിലേക്ക് വലിയ ദൂരമില്ല. അപ്പൊ ആ സിസ്റ്ററിനൊക്കെ നേരിട്ട്, ആ വീടൊക്കെ നേരിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും. അദ്ദേഹം ഈ സിസ്റ്ററിന്റെ വീട് സന്ദർശിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പറഞ്ഞത്, BJPയെ പറ്റി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. അതാണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രസ്താവന. BJPയെ പറ്റി ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല, അവർ ഞങ്ങൾക്ക് ധാരാളം സഹായം ചെയ്തു. എന്ത് സഹായമാണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തണം. ഈ പൊതുസമൂഹത്തില് ഈ BJP അവർക്ക് എന്ത് സഹായമാണ് നമുക്ക് ചെയ്തത്? ഈ രാജ്യം അനുവദിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നൽകേണ്ടതല്ലേ? അപ്പം എന്ത് സഹായമാണ്? എന്തോ ആവട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. ഈ ഒരു സന്നിഗ്ധ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ സമയത്തും CBSE പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു രൂപതയുടെ അധ്യക്ഷൻ മാത്രമല്ല, ഭാരതീയ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായ അദ്ദേഹം വളരെ ദുർബലമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. BJPയുടെ പേര് അദ്ദേഹം ഇതാവട്ടെ, BJP ഞാൻ കുറ്റം പറയില്ല. ബജ്രംഗ് ദൾ ആണ് അവിടെ ആ സിസ്റ്റേഴ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ക്രൗഡ് വന്നു, ഇതൊക്കെ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതല്ലേ. അവിടുത്തെ പ്രാദേശിക ബജ്രംഗ് ദൾ ഇതിന്റെ നേതാവല്ലേ ഒന്ന് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ ആ ബജ്രംഗ് ദൾ എന്നുള്ള പേര് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം വളരെ ദുർബലമായ പ്രസ്താവനയാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളില് ചില മെത്രാന്മാർ വളരെ ശക്തമായ പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നു. ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു നല്ല പ്രസ്താവന പാലക്കാട് രൂപതാധ്യക്ഷൻ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കലിന്റെ. അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്ര ആലിംഗനമാണ് നടത്തുന്നത്, അവരെ നിങ്ങൾ തിരിച്ചറിയണം. കേക്കുമായിട്ടും മാതാവിന് കിരീടവുമായിട്ട് ആളുകൾ വരും. എനിക്ക് വളരെ അഭിമാനം തോന്നി. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള, ഞാൻ ഇന്നലെ തന്നെ സാധാരണഗതിയിൽ അധികം ഇതൊന്നും ശ്രദ്ധിക്കാത്തതാണ്. ഈ അടുത്ത കാലത്ത് ബിഷപ്പുമാർ ഇങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് കേട്ടിട്ടില്ല. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ധൃതരാഷ്ട്ര ആലിംഗനമാണിത്, കേക്കുമായിട്ട് വരും, അതുപോലെ തന്നെ കിരീടവുമായിട്ട് വരും. നിങ്ങൾ ഇത് ധൃതരാഷ്ട്രരുടെ ആലിംഗനമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇന്ന് തിരുവനന്തപുരത്ത് KCBC അധ്യക്ഷൻ കൽമീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ അവിടെ എല്ലാവരും ഒരുമിച്ച് തെരുവിൽ ഇറങ്ങുന്നുണ്ട്. പല സ്ഥലത്തും, അതുപോലെ തന്നെ പല സ്ഥലത്തും ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വളരെ ബാലിശമായി കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞത്, റബ്ബർ വില 300 രൂപയാക്കിയാൽ ഞങ്ങൾ MBA തരാം. തികച്ചും ബാലിശമായ ഒരു പ്രസ്താവനയാണ്. ശരിക്കും അത് ക്രിസ്ത്യാനികളെ 300 രൂപയ്ക്ക് വേണ്ടി തങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങള് അടിയറ വെക്കാൻ മാത്രം ബലമേ ഈ ക്രിസ്ത്യാനികളുടെ നട്ടലിനുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അദ്ദേഹം ഒരു വളരെ ബുദ്ധിമാനായ ഒരു പരിണതപ്രജ്ഞനായ ഒരു ആർച്ച് ബിഷപ്പാണ്. ഞങ്ങൾ വളരെ ബഹുമാനത്തോട് കാണുന്ന ആളാണ്. നല്ല ദക്ഷിണ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു
കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ആൻഡ്രൂസ് ആഴത്തിന്റെ പ്രസ്താവനയ്ക്ക് നേരെ വിപരീതമായിരുന്നു. ഞാൻ അതിലേക്ക് വരുന്നത്. അതിനുശേഷം അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുവെങ്കിലും പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പിന്നീട് ഈ വഖഫ് ബില്ല് കഴിഞ്ഞു. വഖഫ് ബില്ലില് കേരള കത്തോലിക്ക സമിതിക്ക് അല്ലെങ്കിൽ KCBCക്ക് വലിയൊരു ആനമണ്ടത്തരം പറ്റി. അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബില്ലിനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അത് പിന്തുണയ്ക്കണമെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികളോട് ആവശ്യം. പക്ഷെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ KCBCക്ക് മനസ്സിലായി ഒരു ഹിമാലയൻ ബ്ലണ്ടറാണ്. ഈ ഡ്രാഫ്റ്റ് ഇവരാരും ശരിക്കും വായിച്ചു നോക്കിയിരുന്നില്ല. ഈ ഡ്രാഫ്റ്റിന്റെ കൃത്യമായിട്ട് പറയുന്നത്, അതായത് ആർട്ടിക്കിൾ 25-നെയും ആർട്ടിക്കിൾ 14-നെയും ഒക്കെ ഖനിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ട്. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി, അതുപോലെ തന്നെ കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ചക്കാലക്കൽ, അദ്ദേഹത്തിന്റെ അന്ന് പ്രസ്താവന കേരളം മുഴുവൻ ചർച്ച ചെയ്താണ്. സാപ്താന്മാരോട് കൂട്ടുചേരരുത്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അന്ന് കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്തി. അപ്പൊ ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വളരെ ശക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹമാണ് കാസയെ ശക്തമായിട്ട് എതിർത്ത് ആദ്യത്തെ ആർച്ച് ബിഷപ്പ്. കാസയുടെ നിലപാടുകൾ ക്രിസ്തുവിരുദ്ധമാണ് എന്ന് പരസ്യമായിട്ട് പറയുകയും കാസക്കാരുടെയും അനുയായികളുടെയും നിരന്തരമായ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാകുന്ന ഒരു ആർച്ച് ബിഷപ്പ് കൂടിയാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി. കാസക്കാരുടെ ഒരു ശത്രുവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു നിലപാട്. സഭയുടെ കാര്യം നമ്മൾ പറഞ്ഞു, സഭയിൽ ഉണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ, ഇപ്പൊ ഈ ലാൻഡ് ഇഷ്യൂ പോലുള്ള പ്രശ്നങ്ങൾ വന്നു. അതുപോലെ തന്നെ ഹലോ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴും ഞാൻ പറയുകയാണ്, സമയം വൈകിയിട്ടില്ല. സമയം വൈകാത്തത് കൊണ്ട് ഇതേപോലുള്ള പാദ്രിമാരെയാണ് ആട്ടിൻ പറ്റങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് നയിക്കാൻ പറ്റുന്ന നല്ല പാദ്രിമാരും നല്ല പണ്ഡിതന്മാരും മുന്നോട്ട് വന്നുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ സഭകളെയും മതങ്ങളെയും തമ്മിൽ അടുപ്പിക്കാത്ത വിധത്തിൽ മുന്നിട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. മതം നമുക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ച് ജീവിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഞാൻ ആചരിക്കുന്ന മതത്തിനെ നിങ്ങൾ വിശ്വസിക്കുകയുമില്ല, ആചരിക്കുകയുമില്ല. നിങ്ങൾ ആചരിക്കുന്നതെയും വിശ്വസിക്കുന്നതെയും മതത്തെ ഞാനും വിശ്വസിക്കുന്നില്ല. ഇതാണ് ഇസ്ലാം മുസ്ലിമിന്റെ നയം. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. പഠനങ്ങൾ അനിവാര്യമാണ്. പഠിച്ചുകൊണ്ടിരിക്കുക, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, ജീവിതത്തിൽ പകർത്തുക, നല്ലവരായി ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.